എസെക്കിയേൽ 22:30-31. അവർക്ക് വായിച്ചോ? ബൈബിൾ ഉള്ളവർ എടുത്ത് വെക്കണേ. എസെക്കിയേൽ 22:30-31. മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കും. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എന്റെ രോഷം ചൊരിഞ്ഞു. എന്റെ ക്രോധാഗ്നിയിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. ഒന്നുകൂടെ വായിച്ചേ സഹോദരി, ഒന്നുകൂടെ വായിച്ചേ. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ, അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചേ. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ആ ദേശത്തിന് മേൽ രോഷം ചൊരിയപ്പെട്ടു. ഇതാണ് പറയുന്ന വചനത്തിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചേ. അച്ഛൻ ഇന്നലെ ആ സിറിയ രാജാവ് ബെൻഹദാദ് സൈന്യം ചേർച്ച് സമരിയ വളഞ്ഞു കഴിഞ്ഞപ്പോൾ കോട്ടയ്ക്കുള്ളിൽ രൂക്ഷമായ ക്ഷാമം ഉണ്ടായി എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. പരസ്പരം പിള്ളേരെ കൊന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇനി ശത്രുക്കള് എങ്ങനെയാണ് കോട്ട ഒരു ശത്രുക്കൾ എങ്ങനെയാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, പുറമേ വന്ന് പാളയം അടിക്കും. പാളയം അടിച്ചു കഴിഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തും. ട്രാൻസാക്ഷൻ നടക്കുകയല്ല. അപ്പൊ ഉള്ളിൽ പട്ടിണി ഉണ്ടാവും. അച്ഛൻ ഓൾറെഡി പറഞ്ഞ ഇങ്ങനെ പട്ടിണി ഉണ്ടായി 1 മാസത്തോളം ഇവർ പുറത്തു നിന്ന് കഴിയുമ്പോൾ ശത്രുക്കള് ഉള്ളിലുള്ളവര് ചെറുത്തു നിൽക്കാൻ കഴിവില്ല എന്ന് ബോധ്യമായി കഴിയുമ്പോൾ പുറത്ത് നിൽക്കുന്ന ശത്രുക്കൾ എന്തെന്നറിയാവോ? ഈ ശത്രുക്കൾ അവർ പുറത്ത് ഓൾറെഡി ഉണ്ട്. ശത്രുക്കള് വലിയ ഇരുമ്പ് മുട്ടിയെടുക്കും. അത് ബൈബിള് പഠിച്ചപ്പോഴാണ് അച്ഛന് മനസ്സിലായത്. ഈ വലിയ ഇരുമ്പ് മുട്ടിയെടുത്തിട്ട് ഒന്നെങ്കിൽ കുതിര പൂട്ടിയ രഥത്തില് അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഒരുമിച്ച് ഓടിപ്പോയി ഈ കോട്ടയുടെ ഒരു സ്ഥലത്ത് തന്നെ ആഞ്ഞിടിക്കും. വലിയ ഇരുമ്പ് മുട്ടി വെച്ച് ഈ കോട്ടയ്ക്കിട്ട് ഒരേ പോയിന്റിൽ തന്നെ ആഞ്ഞിടിക്കും. പാറ പൊട്ടണമെങ്കിൽ പാറയുടെ ഒരു സ്ഥലത്ത് നമ്മൾ അടിക്കുകയല്ലേ, കല്ല് പിടിക്കുന്നത്. അങ്ങനെ കുറെ ഇടിച്ചു കഴിയുമ്പോൾ ഈ കോട്ടയ്ക്കിടയിൽ വിള്ളലുണ്ടാവും. വിള്ളലുണ്ടായി കഴിഞ്ഞാൽ ആ വിള്ളലുണ്ടായ സ്ഥലത്ത് തന്നെ വീണ്ടും ആഞ്ഞടിക്കും. എന്നിട്ട് വിള്ളൽ വലുതാക്കും. ആ വിള്ളലിന്റെ ഇടയിൽ കൂടി വിള്ളൽ വലുതാക്കി അതിലൂടെയാണ് ശത്രുക്കൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ? ഇനി അതിനൊന്നുകൂടെ കേട്ടെ. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എന്റെ രോഷം ചൊരിഞ്ഞു. ഇനി ശ്രദ്ധിക്കട്ടെ. അങ്ങനെ കോട്ടയിൽ വിള്ളലുണ്ടായി കഴിയുമ്പോൾ ഉള്ളിലുള്ള ദൈവരാജ്യ ശുശ്രൂഷകളോടും തകർന്നു പോകുന്ന ജനത്തോടും വേദനയുള്ള വ്യക്തി ആരെങ്കിലും ആ സമൂഹത്തിലുണ്ടെങ്കിൽ അവര് ചെയ്യുന്ന കാര്യം എന്നറിയാവോ? അവര് ഈ വിള്ളലിന്റെ ഇടയിൽ കയറി നിൽക്കും. മനസ്സിലായോ? പുറത്തുനിന്ന് ഇടിച്ചുണ്ടാക്കിയിരിക്കുന്ന വിള്ളലിന്റെ ഇടയ്ക്ക് കയറി ഇവർ നിൽക്കും. എന്ന് പറഞ്ഞാൽ മരം അറുക്കുന്ന സമയത്ത് ഈ അറുക്കുന്നതിന്റെ ഇടയ്ക്ക് ആപ്പ് വെക്കിയല്ലേ എന്ന് പറയുന്നത് പോലെ കയറി നിൽക്കും. അപ്പോൾ ഈ അടി മുഴുവൻ കിട്ടുന്ന ആർക്കിട്ടാ? അപ്പോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാൻ തയ്യാറുള്ള ഒരുവനെയെങ്കിലും അന്വേഷിച്ച് ആരെയും കണ്ടില്ല. അതുകൊണ്ട് ആ ദേശം മുഴുവൻ തകർക്കപ്പെട്ടു പോയിന്ന്. അപ്പൊ നമ്മുടെ ജോലി എന്താണെന്ന് മനസ്സിലായല്ലോ? ഇപ്പം നമ്മുടെ ജോലി എന്ന് മനസ്സിലായല്ലോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിന്റെ വിള്ളൽ അടയ്ക്കാൻ വേണ്ടി നീ വിള്ളലിന്റെ ഉള്ളിൽ കയറി നിൽക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, അമ്മയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ കോട്ടയുടെ വിള്ളലിന്റെ ഉള്ളിൽ കയറി നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ച് കോട്ടയുടെ വിള്ളൽ അടയ്ക്കണം. നീ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വിള്ളൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിള്ളലിന്റെ ഇടയിൽ കയറുന്ന പ്രാർത്ഥിച്ച് വിള്ളൽ അടയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപവാസം എടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിച്ച് കുടുംബത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ കാര്യം, ഒരു കുടുംബത്തിന്റെ കാര്യം. അച്ഛനൊരു കസിൻ തന്നെയാണ്. ആ ഒരു കസിൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഏകദേശം 12 വയസ്സുള്ള സമയത്ത് വീട്ടിൽ നിന്ന് ഒരു മകൻ ഒളിച്ചുപോയി. അവ ഇരുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. തലശ്ശേരിയിൽ ഇരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 8 വയസ്സുള്ള സമയത്ത് വീട്ടിൽ നിന്ന് ഒളിച്ചുപോയി. അങ്ങനെ ഒളിച്ചു പോയിട്ട് ആ ചെറുപ്പക്കാരൻ ഒളിച്ചു പോയിട്ട് 25 വർഷം കഴിഞ്ഞു. ആ വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ കൊച്ചു മരിച്ചു പോയെന്ന. നൊന്തുപറ്റ അമ്മയ്ക്ക് മാത്രം ഈ കൊച്ചു മരിച്ചില്ല എന്നൊരു ചിന്തയുണ്ട്. അവരവിടുന്ന് സ്ഥലം വിട്ട് ജെല്ലിപ്പാറ എന്നുള്ള സ്ഥലത്താണ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ സഹോദരങ്ങളെ, ഈ സഹോദരി, ഈ അമ്മ 25 വർഷങ്ങൾ ആ മകൻ ഒളിച്ചു പോയി. അമ്മ ഒരു ദിവസം ധ്യാനകേന്ദ്രത്തിൽ വന്ന്, ഒട്ടയച്ചൻ കൊള്ള സമയമാണ്. അച്ഛനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരിൽ ആരോ ഒരാൾ പ്രാർത്ഥിച്ച് പറഞ്ഞു, അമ്മച്ചൊരു കാര്യം ചെയ്യേ, എല്ലാവരും മരിച്ചുവെന്ന് കരുതുന്ന മകന് വേണ്ടി 1 മാസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും മരിച്ചുവെന്ന് കരുതുന്ന മകന് വേണ്ടി 1 മാസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, ഈ അമ്മ 1 മാസം ഉപവാസം എടുത്ത് അങ്ങ് പ്രാർത്ഥിച്ചു. ഞാൻ ഫിലോസഫി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഈസ്റ്ററിന്റെ അന്ന് 25 വർഷങ്ങൾക്ക് ശേഷം ഈ മകൻ തിരിച്ച് വീട്ടിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ സഹോദരങ്ങൾ, ഞാൻ ഒരിക്കൽ പോലും ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇവൻ ഒളിച്ചു പോയതാണ്. എന്നാൽ ഞാൻ ഇവനോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ 25 വർഷമായിട്ട് ഇപ്പോൾ ഒളിച്ചു പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരാൻ കാരണമെന്ന് ചോദിച്ചു. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? 1 മാസമായിട്ട് എന്താണെന്നറിയത്തില്ല, എനിക്ക് വീട്ടിലോട്ട് പോകണം എന്നുള്ള ചിന്തയാണ്. അമ്മ വീട്ടിലിരുന്ന് വിള്ളലടയ്ക്കാൻ വേണ്ടി കരഞ്ഞ് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഹൈദരാബാദിൽ ലോറി ഓടിച്ചുകൊണ്ട് നടന്ന മകനെ ദൈവം തൂക്കിയെടുത്ത് അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടു. ഇന്ന് വിവാഹം കഴിഞ്ഞ് 3 മക്കളായിട്ട് ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായോ സഹോദരങ്ങളെ? രണ്ടും കൂടെ കൂട്ടി പറഞ്ഞ, കുടുംബത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഒക്കെ വിള്ളലടയ്ക്കാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുക്കണം. ദൈവരാജ്യത്തെ പറ്റി സ്നേഹം ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചണ്ണുക്ക് വരുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കണം. താല്പര്യമുള്ളവർക്ക് കുറിച്ചെടുക്കാം. നെഹമ്യാ 1 2 മക്കബായർ 6 ഉൽപ്പത്തി 18 പുറപ്പാട് 32 അധ്യായങ്ങൾ മുഴുവൻ വായിച്ചാൽ അതിന്റെ കാര്യങ്ങൾ വരും. പുറപ്പാട് 32, 46, 47 വാചനം. ജോയൽ 2:17 ലൂക്ക 22. ഇവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? മത്തായി 5-ാമത്തെ അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. മത്തായി 5-ാമത്തെ അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ശ്രദ്ധിക്കാം. മത്തായി 5-ാമത്തെ അധ്യായത്തിലെ വാക്യത്തിൽ പറയുന്ന ഒരു സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗ്യത്തില അവിടെ പറയുന്ന കാര്യമാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബൈബിള് ആരെ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? ബൈബിൾ ആരെ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സങ്കടവും വേദനയും ഓർത്ത് കരയുന്നവരെ കുറിച്ചല്ല വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. മറിച്ചോ, ലോകത്തിൽ തിന്മ പെരുകുന്നത് കണ്ട്, ലോകത്തിൽ പാപം പെരുകുന്നത് കണ്ട്, ലോകത്തിൽ തകർച്ച ഉണ്ടാകുന്നത് കണ്ട്, യുദ്ധം ഉണ്ടാകുന്നത് കണ്ട് ഒരു വ്യക്തിക്ക് മനസ്സിൽ വേദന തോന്നിയിട്ട് ആ വ്യക്തി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് പറയുന്ന പേരാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം എന്നെങ്കിലും നോക്കി ഈ ഭാഗ്യം നമ്മളെ നോക്കി പറയോ? ദൈവം എന്തെങ്കിലും ഈ ഭാഗ്യം നമ്മളെ നോക്കി ഒരിക്കലെങ്കിലും പറയുമോ? ഞാൻ ഇന്നത്തെ പേപ്പർ വായിച്ചിട്ടില്ല. ഇന്നത്തെ പേപ്പർ വായിക്കുമ്പോൾ ഞാനിങ്ങനെ വാർത്ത കാണാം, 1500 പേർ ബോംബ് പൊട്ടി മരിച്ചു എന്നൊരു വാർത്ത ഉണ്ടെന്ന് വിചാരിക്കുക. 1500 പേർ ബോംബ് പൊട്ടി മരിച്ചു. നമ്മൾ എങ്ങനെയാണ് വാർത്ത വായിക്കുന്നത്? പണ്ട് സദ്ദാം ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്കഡ് എങ്ങനെയാ പോയത്, മിസൈൽ എങ്ങനെയാ പോയത്, ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത് പോലെ പേപ്പർ വാർത്ത വായിക്കുന്ന ആൾക്കാർ അച്ഛൻ കണ്ടിട്ടുണ്ട്. തമാശല്ല. ഈ 1500 പേർ ബോംബ് പൊട്ടി മരിച്ചു എന്നുള്ള വാർത്ത ഞാൻ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് അതിനകത്ത് ഒരു വാർത്ത മരിച്ചവരുടെ പേരും അഡ്രസ്സും ലിസ്റ്റൊക്കെ നോക്കി വായിക്കുമ്പോൾ ഈ മരിച്ചിരിക്കുന്ന ഒരാൾ എൻ്റെ അപ്പനാണെന്ന് കണ്ടാലോ? വാർത്ത വായനയുടെ ചൂട് മാറി അല്ലേ? കരച്ചിലായി, നിലവിളിയായി, ഫോൺ വിളിയായി, നെട്ടോട്ടമായി. 1500 പേർ ബോംബ് പൊട്ടി മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടമില്ല. പക്ഷെ എൻ്റെ അപ്പനെ കൊണ്ടുകഴിഞ്ഞപ്പോൾ